നമസ്കാരം. നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരെ, ഈ മണിക്കൂറിലെ ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ നേരിട്ട് കടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തി കണ്ടാണ് പെൺകുട്ടി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പറഞ്ഞിരുന്നത് തനിക്കെതിരെ എവിടെയും പരാതിയില്ല എന്നതാണ്. പക്ഷേ പെൺകുട്ടി പരാതി നൽകിയിരിക്കുകയാണ്. പരാതി നൽകിയിരിക്കുന്നത് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള അതീവ ഗൗരവതരമായ വിഷയങ്ങളാണ്, പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ അത് രേഖാമൂലം മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറിയിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ സാധിക്കാതിരുന്നത് പരാതിയില്ല എന്ന ഒറ്റ കാരണത്താലാണ്. നേരത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ ഉൾപ്പെടെ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ പോലും പരാതി നൽകാൻ പെൺകുട്ടി തയ്യാറായില്ല. അതാണ് അന്വേഷണം പാതി വഴിയിൽ നിൽക്കുന്നതിനിടയാക്കിയതെങ്കിൽ ഇതിപ്പോൾ പരാതി മുഖ്യമന്ത്രിയുടെ കൈവശം ഇരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിരിക്കുന്ന സാഹചര്യം അത് കോൺഗ്രസിനെ ഏതൊക്കെ വിധത്തിൽ ബാധിക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരും. മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റിലെത്തിയാണ് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ച് എന്നതുൾപ്പെടെയുള്ള ശബ്ദരേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പെൺകുട്ടി പറയുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അന്വേഷണ സംഘത്തിന്റെ നീക്കം ഉടൻ ഉണ്ടാകുമോ? പരാതിക്കായി കാക്കുന്നു ക്രൈംബ്രാഞ്ച് എന്നതായിരുന്നു നേരത്തെ വന്നിരുന്ന വിവരം. നേരത്തെ തന്നെ പെൺകുട്ടിയോട് പരാതി നൽകാൻ താല്പര്യമുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘാംഗങ്ങൾ ബന്ധപ്പെടുകയും ആരായുകയും ചെയ്തിരുന്നതാണ്. ഈ ഘട്ടത്തിൽ പരാതി കിട്ടുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, ഇനി പരാതിയില്ല എന്ന് പറയാൻ പറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. എന്താണ് അതിന്റെ ഉള്ളടക്കം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. നമ്മൾ നിരവധിയായിട്ടുള്ള ശബ്ദ സംഭാഷണങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്നതും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള സംസാരങ്ങൾ ആ ശബ്ദരേഖയിൽ ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ പരാതിയായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ നൽകിയിട്ടുള്ള കാര്യത്തിൽ ആ പരാതിയിൽ ഉണ്ടോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ആരോപണങ്ങൾ ഉയർന്ന് 3 മാസത്തിന് ഒടുവിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു നിയമപരമായ പരാതി, അങ്ങനെ ഒരു ഔദ്യോഗികമായ തരത്തിൽ രേഖാമൂലം അങ്ങനെ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഇരയായ ഒരു യുവതി മുഖ്യമന്ത്രിക്ക് അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി നേരിട്ട് കണ്ട് കൈമാറിയിരിക്കുന്നത്. അതിലെ വിശദാംശങ്ങൾ എന്താണ് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. അതായത് അത്തരത്തിലുള്ള ഒരു വിശദാംശങ്ങളും ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഒരു കാര്യം മാത്രമാണ് ആകെ നമുക്ക് അറിയാവുന്ന കാര്യം, അത് മാത്രമാണ് സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു സൂചന. അത് ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെക്കുറിച്ചാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, ഈ പരാതിയിൽ എന്തൊക്കെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അത് വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, അതായത് ഇങ്ങനെ രണ്ടാമത് വീണ്ടും ഒരു ശബ്ദ സംഭാഷണം വലിയ തരത്തിൽ പുറത്തേക്ക് വരികയും അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തതിന് പിന്നാലെ തന്നെ ഇങ്ങനെ ഒരു നിയമപരമായ പരാതിയിലേക്ക് പോയേക്കും എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ചില അനുനയ നീക്കങ്ങൾ പല കോണുകളിൽ നിന്നെങ്കിലും നടന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. അതിലേക്ക് ഇവരെ ഒരു പ്രകോപനത്തിലേക്ക് നയിക്കുകയായിരുന്നു കാര്യങ്ങൾ. അങ്ങനെയാണ് ഇനി ക്ഷമ വേണ്ട, ഒരു സമീപനം വേണ്ട എന്നൊരു നിലപാടിലേക്ക് ഈ യുവതിയും അവരുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബവുമൊക്കെ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വ്യക്തിപരമായി അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സൈബർ ഇടങ്ങളിലെ വലിയ തരത്തിലുള്ള പ്രചാരണം, അത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതിൻ്റെ എല്ലാ പരിധികളും കടന്നിങ്ങനെ വലിയ സൈബർ അറ്റാക്ക് ഈ യുവതി നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇനി ഇങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോയാൽ ശരിയാകില്ല എന്നൊരു നിലപാടിലേക്ക് ഈ യുവതിയുടെ കുടുംബവും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ എത്തിയതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ വിഷയത്തിൽ പരാതി നൽകി എന്നൊരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയം എന്നത് കൂടി നമ്മൾ നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി തുടങ്ങിയ ദിവസങ്ങളാണ്. കോൺഗ്രസ് പാർട്ടിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ജയിപ്പിച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവിടെ പ്രചരണ രംഗത്ത് സജീവമാകുന്നത്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ കൈവശം കിട്ടുന്നത്. നിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിൽ ആക്ഷൻ ഉടൻ ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ
പെൺകുട്ടിയോട് പരാതി നൽകാനുള്ള സന്നദ്ധതയുണ്ടോ എന്നത് അന്വേഷിച്ചിരുന്നതാണ്. ഈ ഘട്ടത്തിൽ ഇനി തുടർ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 മാസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം എത്തുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഏറ്റെടുക്കുന്നു. ADGP എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നു. അങ്ങനെ പുറത്തുനിന്ന് ഇരകൾ നേരിട്ട് നൽകിയ പരാതി അല്ലാതെ പുറത്തുനിന്ന് ഇരകളെ സംബന്ധിച്ച വിവരങ്ങൾ, സൂചനകളൊക്കെ ഉൾക്കൊള്ളുന്ന പരാതികൾ 13 പരാതികളായിരുന്നു അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ആ പരാതികളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഇരകളാക്കപ്പെട്ട പല യുവതികളുമായും ഫോണിൽ സംസാരിച്ചിരുന്നു അന്വേഷണ സംഘം. ചിലരെ നേരിട്ട് കണ്ടിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പലരും അന്വേഷണ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് കൃത്യമായി ഈ ഒരു വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ അവരുടെ വ്യക്തിപരമായ സ്വകാര്യത ഒരു തടസ്സമായി നിൽക്കുന്നുവെന്ന നിലപാട് അറിയിച്ചതോടെ അന്വേഷണം വഴിമുട്ടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. അതിനിടയിൽ സംസ്ഥാനത്തെ ഒരു മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്ന യുവതിയുമായി പലതവണ ഈ വിഷയങ്ങൾ സംബന്ധിച്ച് ഫോണിൽ സംസാരിച്ചതാണ്. പക്ഷേ അവർ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല എന്ന് ഈ ഉദ്യോഗസ്ഥയെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് അന്ന് ആ പരാതിയിൽ നിന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിൽ അവർക്ക് മാറേണ്ട ഒരു സാഹചര്യം വന്നത്. അതിനുശേഷം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിലുണ്ടായ ചില സാഹചര്യങ്ങളാണ് വ്യക്തിപരമായി അടക്കം ഇവർക്ക് നേരിട്ട ചില ദുരനുഭവങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് യുവതിയെ നയിച്ചത്. അതായത് മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ട് രമ്യതയിൽ എത്തിക്കാൻ ശ്രമിച്ച ഒരു പ്രശ്നം അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ കോൺഗ്രസിന് വലിയ തരത്തിൽ പ്രതിരോധമാകുന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിലേക്ക് ഈ പരാതിയുമായി ഇപ്പോൾ യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാതി നിയമപരമായി വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ പാർട്ടിയുടെ നേതൃത്വം തിരിച്ചറിഞ്ഞതാണ്. നേതൃത്വം അങ്ങനെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ എതിർപ്പുകൾക്കും വിമർശനങ്ങൾക്കും ഇടയിലും പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച് ഈ വിഷയത്തിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം സമാനതകളില്ലാത്ത സൈബർ ആക്രമണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത നിലപാടുകളുടെ പേരിൽ ഉണ്ടായി. പക്ഷേ അങ്ങനെ ഒരു നടപടി അന്ന് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ വലിയൊരു പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു. നിർണായക ഘട്ടത്തിൽ പ്രതിരോധത്തിലാകില്ല എന്ന് പക്ഷേ ഇപ്പോഴും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ലേ ഡാൻ? കാരണം മുൻ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് എന്നത് നമുക്ക് മുന്നിലുണ്ട്. രാഹുൽ ഇനിയും സജീവമാകണം, ഇതൊക്കെ ഞാൻ അന്വേഷിച്ചു, ഒന്നുമില്ല എന്ന് വ്യക്തമായി ബോധ്യമായി ക്ലീൻ ചിട്ട് കൊടുക്കുകയാണ് മുൻ KPCC അധ്യക്ഷൻ ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി എടുത്ത നിലപാടിൽ പിന്നോട്ട് പോകുന്ന, അതിൽ അയവ് വരുത്തുന്ന സാഹചര്യം നമ്മൾ അവരുടെ പ്രതികരണങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല, സസ്പെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും പാർട്ടി വേദികളിൽ ഉൾപ്പെടെ രാഹുൽ സജീവമായി തുടങ്ങുന്നു, പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡാൻ, ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു പരാതി ലഭിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുക എന്നതായിരിക്കും ഏറ്റവും ആദ്യം അന്വേഷണ സംഘം എടുക്കുന്ന നീക്കം എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതിയിൽ ഈ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള ആ ശബ്ദ സംഭാഷണത്തിൻ്റെതുൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ ശബ്ദം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് നമുക്ക് മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇനി ചോദ്യം ചെയ്താൽ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയല്ലേ നമുക്ക് മുന്നിലുള്ളത്? നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അത്തരം നീക്കങ്ങളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടി ആ പരാതി ആദ്യം കൈമാറുകയായിരിക്കും. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അവിടെ പ്ലേസ് ഓഫ് ഒക്കറൻസ് എവിടെയാണ്, ഈ പരാതിയിൽ ഏതാണ് സ്ഥലം, എവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നത്, പരാതിക്ക് അടിസ്ഥാനമായ കാര്യം നടന്നത് എവിടെ വെച്ചാണ് എന്ന കാര്യം കൃത്യമായി പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാനാണ് സാധ്യത. അതോ അതിന് പകരം ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് ഈ പരാതി മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് നേരിട്ട് കൈമാറുമോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ച പരാതിയായതിനാൽ അതിന്റെ ഗൗരവം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ ഈ പെൺകുട്ടി ഇപ്പോഴും ഈ അവസ്ഥ, ഈ മാനസിക